മറ്റൊരു തിരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ പതിവ് പോലെ പാലക്കാരും പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയാണ്. പക്ഷേ പഴയ തിരഞ്ഞെടുപ്പുകളുടെ ആവേശം അവർക്കില്ല. കാരണം ഇത്തവണ മുന്നിൽ നിന്ന് ആവേശമാകാൻ തങ്ങളുടെ നേതാവ് മാണിസാറില്ല. പാലക്കാർ ജയിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു നേതാവ്. മാണിസാറിന്റെ അഭാവം പാലയിലെ വീട്ടിലും അലയടിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വീട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ കൂടിച്ചേരലുകളും ചർച്ചകളും ഇത്തവണ ഉണ്ടായിരുന്നെങ്കിലും മാണിസാറില്ലെന്ന വേദന എല്ലാവർക്കുമുണ്ട്. ഇതേ വേദനയാണ് പാലായിലെ വോട്ടർമാർക്കും. മാണിസാർ വോട്ട് ചെയ്യാനെത്തുന്ന പാല സെന്റ് തോമസ് സ്കൂളും അദ്ദേഹമില്ലാതെ ഭാര്യ കുട്ടിയമ്മയും മക്കളും എത്തിയപ്പോൾ മൂകമായി. രാവിലെ 7:30യോടെ ഭാര്യ കുട്ടിയമ്മ, മകൻ ജോസ് കെ മാണി, ഭാര്യ നിഷ ജോസ് എന്നിവർ സെന്റ് തോമസിൽ വോട്ട് ചെയ്യാനെത്തി. വലിയ ഒരു വിഷയം കൂടിയാണ്. സാറിൻ്റെ ഒരു ഓർമ്മകൾ അത് കൃത്യം തോട്ടായിട്ട് മാറുള്ളൂ. ഇവിടെയുണ്ട് തീർച്ചയായിട്ടും അഭിമാനകരമായ രാവിലെ പോയി അതുപോലെ എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും കുട്ടിയമ്മയുടെ കൈപിടിച്ചാണ് മാണിസാർ വരുന്നത്. രാവിലെ വന്ന് വോട്ട് ചെയ്യും, പിന്നാലെ പാർട്ടി ആസ്ഥാനത്തേക്ക് പോകും. അവിടെ നേതാക്കളുമായി ചർച്ചകൾ നടത്തും, തിരഞ്ഞെടുപ്പ് വിലയിരുത്തും. അതിനുശേഷമാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുക. അങ്ങനെ എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും പാലയിൽ സജീവമായി നിറഞ്ഞു നിൽക്കുന്നു അദ്ദേഹം. എന്നാൽ കഴിഞ്ഞ ഏപ്രിൽ 9-ാം തീയതി ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അദ്ദേഹം വിട പറയുകയായിരുന്നു. തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ ആവേശവും ഒരുക്കങ്ങൾക്കുമിടയിൽ സജീവമായി ഓടി നടക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ രോഗം കലശലാവുകയും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അന്ത്യം സംഭവിക്കുകയും ചെയ്തത്. അതിനുശേഷം ഈ തിരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാവുന്നത് കേരള കോൺഗ്രസിന്റെ തോമസ് ചാഴിക്കാടനാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അങ്ങനെ കോട്ടയത്തെ സീറ്റിൽ തന്റെ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിക്കുന്നത് കാണാൻ അദ്ദേഹം കാത്തുനിന്നില്ല. എങ്കിലും തോമസ് ചാഴിക്കാടനൊപ്പം വിജയം സുനിശ്ചിതമാണെന്നാണ് പാർട്ടി പ്രവർത്തകർ പറയുന്നത്. ഇതേ ആത്മവിശ്വാസം KM മാണിക്കും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. ചേട്ടാ.